അരുവിപ്പുറവാണേ. പതുക്കെ നടക്കാൻ പിള്ളേരെ. ഇവിടുത്തെ കിണർ എന്ത് ചെയ്യുന്നു കണ്ടില്ല. അതുകൊണ്ട് കിണർ മറ്റേ വന്ന് കലക്കവെള്ളം കോരി കുടിച്ചതാ ഞങ്ങൾ ഇതിനകത്തുനിന്ന്. അന്ന് ഈ പടിയൊന്നുമില്ല, താഴോട്ടൊന്നും പടിയില്ല. ഇതുപോലെ കല്ല ചവിട്ടി ഇറങ്ങി. ഞാൻ അവിടെ പോയിരുന്നു വീഡിയോ. കൊച്ച സതി തോണ്ട കപ്പയോ? ക്ഷേത്രത്തിൽ നിന്നും 610 മീറ്റർ ദൂരം സഞ്ചരിച്ച് എത്തിച്ചേരുമ്പോൾ കാണുന്ന മനോഹരമായ കുന്നാണ് കൊടുകൂക്കിമല. ഗുരുവും ബാലസുബ്രഹ്മണ്യനുമായി സംബന്ധിച്ചതിന്റെ സ്മരണാർത്ഥം ഇവിടെ കുമാരഗിരി എന്ന പേരിൽ അറിയപ്പെടും. ഇവിടെ ഗുരുക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രവും ഏതാണ് ഫോട്ടോ എടുത്തൊന്നും കാണത്തില്ല. തീർത്ഥാടനത്തോടനുബന്ധിച്ച് അരുവിപ്പുറം ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ തീർത്ഥാടകരെയും അരുവിപ്പുറവും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വല്ലന 74 നഗർ സഭയിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ തീർത്ഥാടകരും വാഹനത്തിലെത്തിച്ചേരുവാൻ സംഘാടക സമിതി അറിയിക്കുന്നു. വാഹനം 3 വല്ലന 74 നഗർ സഭയിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ തീർത്ഥാടകരും വാഹനത്തിലെത്തിച്ചേരുവാൻ സംഘാടക സമിതി അറിയിക്കുന്നു. ഇറങ്ങിപ്പോവെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാന്നല്ല, പതുക്കെ ഇറങ്ങിപ്പോവെന്ന് ഞാൻ പറഞ്ഞതാ. നിങ്ങളൊക്കെ താഴെ ഞാൻ പോയി കൊച്ചേ ഡേ ഓ ഡേ പാ പാ ഞങ്ങൾ താഴോട്ട് പതുക്കെ പോവാണേ മനു. എല്ലാവരും എളുപ്പം അങ്ങ് വരത്തില്ല. അന്നേരം വാ പോകാൻ ഇറങ്ങി കൊച്ച് പതുക്കെ. പതുക്കെ അങ്ങ് നടക്കാം. അവരൊക്കെ ചാടി അവരൊക്കെ എളുപ്പം ഇങ്ങ് വരും. എടുത്ത് ഞാൻ ഇതിങ്ങനെ പഠിക്കുക. ഓ എനിക്ക് വേണ്ട. പനിയൊക്കെ പിടിച്ച തീർത്ഥാടകർക്ക് സൗജന്യമായി പ്രയോജനപ്പെടുത്താവുന്നതാണ്. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം പണമിടപാടുകൾ സുഗമമാക്കുന്നതിലേക്കായി കേരള ബാങ്കിന്റെ ഒരു മൊബൈൽ ATM കൗണ്ടർ ക്ഷേത്ര ഗ്രൗണ്ടിന് സമീപം സജ്ജമാക്കിയിട്ടുണ്ട്. ഈ സൗകര്യം തീർത്ഥാടകർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. തിരിച്ച് ഇറങ്ങി പോവുകയാണ് താഴോട്ട്. ക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടത്തിന് സമീപം പ്രവർത്തിക്കുന്ന അന്വേഷണ കൗണ്ടറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തീർത്ഥാടകർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അറിയിപ്പുകൾ നൽകുവാനോ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അറിയുവാനോ ഉണ്ട് എങ്കിൽ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടത്തിന് സമീപം പ്രവർത്തിക്കുന്ന അന്വേഷണ കൗണ്ടറുമായി തീർത്ഥാടകർക്ക് ബന്ധപ്പെടാവുന്നതാണ്.
അവർ വണ്ടി വരുന്ന റോഡൊക്കെ കണ്ടുപിടിച്ച് വന്നിരുന്നെങ്കിൽ കൊച്ചു വണ്ടിയൊക്കെ കയറി വരും, കാറോ ജീപ്പോ ഒക്കെ കയറി വരുമായിരിക്കും. ഈ ഒരു വീഡിയോ പിടിക്കുമ്പോഴത്തേക്ക് ഫോണിലെ ചാർജ് തീരുമായിരിക്കും. ഓഫാക്കി ഇത് കിട്ടാൻ ഇത് ഇത്രയൊന്ന് കയറി വരെ വരക്കം എങ്ങനെ ഇറങ്ങും, കാലിന് വേദന ഉണ്ടാകും. ഇത്രയും പടി ഇങ്ങനെ കയറാമെങ്കിൽ പിന്നെ പളനി അത്രയും പടി കയറാൻ എന്നാ വയ്യാത്തല്ലേ? പളനി കയറുന്നതിലും അല്ലേ. പടിയെണ്ണ വന്നോ? പടിയില്ലാത്തടത്തോ? ഇപ്പം വെയിൽ താണോണ്ടേ ഒത്തിരി ദൂരമുണ്ടോ? എത്ര ദൂരമാണേലും പോയി കണ്ടിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഇനി എന്ന് വരാനാ? പളനി പോകാനെങ്കിൽ പിന്നെ ട്രെയിനെങ്കിലും കയറി. അത് ഞാൻ അവിടെ താഴോട്ട് 85 രൂപ. ഒരു ദേവം പോകുമ്പം പെരും കാടാ, വനമാ. അരുണിന് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾ വരുന്നത്. ആ സമയത്ത് നടന്നു പോകാൻ ചെറിയൊരു പാതയേ ഉള്ളൂ. ഉരുളം കല്ല് ചവിട്ടിയൊക്കെയാണ്. ആ ഇനിയും കുറച്ചുകൂടെ അവിടെ നിന്ന് അത്രയും കൂടെ കാണും. അത്രയേ ഉള്ളൂ. ഇല്ല 167 പടിയാണ്. അവളെണ്ണി ഒരു പടി അത് ഗുഹയിലോട്ട് ഇറക്കുന്നത്. ഇനി ഒത്തിരി വേണ്ട. ഇവിടെ വരെ വന്നിട്ട് ഇനിയും കയറാതെ പോയാൽ കുറച്ചേ ഉള്ളൂ. പതുക്കെ കയറി പോയാൽ മതി. ഇവിടെ വരെ ഇത്രയും നമ്മൾ നടന്ന് കയറി വന്നിട്ട്
കൊച്ചിന് വേണം ചിലപ്പം വയറിനൊക്കെ പിടിക്കാതെ വന്നാൽ അറിയത്തില്ല. ഇറങ്ങി വരെ എളുപ്പമാണ് പാടി, ഇറങ്ങി വരെ എളുപ്പമാണ്. ചെറുപ്പമൊക്കെ ഇതിലോട്ട് പോകുന്ന വെള്ളം കൊണ്ടുപോകുന്നതായ പൈപ്പുകളാണ്. ഇനിയും കുറേ ഉണ്ട്. അത് കഴിഞ്ഞ് അതുപോലെ ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെയും ഉണ്ട്. പതുക്കെ നിന്നും ഇരുന്നും ഒക്കെ കയറി പോകും. പതുക്കെ ഏതായാലും വന്നില്ലേ. ബാലസുബ്രഹ്മണ്യനുമായി സംബന്ധിച്ചതിന്റെ സ്മരണാർത്ഥം ഇവിടം കുമാരഗിരി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ ഗുരുക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രവും പരമഗുരുവേ ഒടുക്കി മലയിലെ സന്ധ്യകളേ ഗുരുദേവഗീതം പാടും കാറ്റേ ഒടുക്കി മലയിലെ പടി തീർന്ന് ഇനി കുറച്ച് റോഡ് പോലെ അത് കഴിയുമ്പോൾ വീണ്ടും പടി. പ്രണവസ്വരം കണ്ടുപോ നിങ്ങള ചിന്മയരൂപം കേട്ടോ നിങ്ങള പ്രണവസ്വരം കൊടിതൂക്കി മലയിലെ സന്ധ്യകളേ ഗുരുദേവഗീതം പാടും കാറ്റേ കൊടിതൂക്കി മലയിലെ സന്ധ്യകളേ ഗുരുദേവഗീതം പാടും കാറ്റേ ഓങ്കാരം നിറയുന്ന നെയ്യാറിൻ തീരത്ത് ഏകാന്തതവം ചെയ്യുന്ന ഇവിടെ വരെയുള്ള റോഡ് വീണ്ടും പടി തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നതിലും മലയാണ്. ഇവിടെ ഒരു കൊച്ചു മോന് വെള്ളം നെല്ലിക്കയൊക്കെ കച്ചവടം ചെയ്യുക. നമ്മുടെ ആദൂൻ്റെ അത്രയേ ഉള്ളു. കണ്ട നാരങ്ങ വെള്ളം.
രണ്ടെണ്ണം ഇവിടെ മോനെ. കുഞ്ഞിനോട് നാരങ്ങാവെള്ളം കൂടി വേണ്ടേ? എന്നാൽ ഒന്ന് മതി മോനെ. ഒരു നാരങ്ങാവെള്ളം. ഉപ്പ് കൂടെ ഇടണേ. കൊച്ചു മോൻ്റെ കയ്യിൽ നിന്ന് നാരങ്ങാവെള്ളം മേടിച്ച് കുടിക്കുകയാണ്. മോൻ്റെ പേരെന്താ? ആദിത്യനോ? എത്രയിലാ പഠിക്കുന്നേ? മോന് നാരങ്ങാവെള്ളം കുടിച്ചതിൻ്റെ പൈസ കൊടുക്കട്ടെ. എത്ര മോനെ? 10. മോന് നാരങ്ങാവെള്ളം 10 രൂപയ്ക്കാണ് തന്നത്. പോയി പൈസ എടുക്കുകയാണ്. കണ്ട അവൻ്റെ കച്ചവടമാണ്. ചേഞ്ച് നോക്കട്ടെ, കാണാം. ചേഞ്ചിൽ നോക്കട്ടെ മോനെ. പിടിച്ചെന്ന് എടുത്ത് കൈ 2 നിൽക്ക് മോനെ. 1 8 10 നോക്കിക്കേ 10 ഉണ്ടോന്ന്. മോനെണ്ണി പറയണം. ഉണ്ടോ? കറക്റ്റാണോ? നാരങ്ങ വെള്ളം വേണ്ടിയിട്ട് കുടിച്ചതല്ല, ആ കുഞ്ഞ് കച്ചവടം ചെയ്യുന്നതുകൊണ്ട് കുടിച്ചതാണ്. വയറില്ല ഫുള്ളായി. മനസ്സില്ലറ ഉണ്ടോ? എന്താ അങ്ങോട്ട് പോയപ്പം പറഞ്ഞതാ തിരിച്ച് വരാം. വേറെ ഉണ്ടോ നോക്ക്. എൻ്റെ അതിന് ഇപ്പം കൊച്ചിന് ഞാൻ ബാക്കി കൊടുക്കും. ഉണ്ടോ? നമ്മൾ അമ്പലത്തിൽ കയറിച്ച് വരുമ്പോൾ ഇങ്ങനെ കൊടുക്കല്ലെന്നാണ് അറിയുന്നത്. പിന്നെ തിരിച്ചു വട്ടെന്നും പറഞ്ഞ് ഒരു കാര്യം വയ്യാതിരിക്കും. പരിഹാരം കിഴക്ക്
വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുള്ള മുഴുവൻ തീർത്ഥാടകരും എത്രയും പെട്ടെന്ന് വാഹനത്തിൽ എത്തിച്ചേരുവാൻ സംഘാടക സമിതിയെ അറിയിക്കുന്നു. വാഹനം ഉടൻ പുറപ്പെടുന്നതാണ്. പരിയാരം കിഴക്ക് പുതുമല, പരിയാരം കിഴക്ക് തൂക്കോട്, മധുമല ഞങ്ങൾ റോഡിലിറങ്ങി താഴെ അമ്പലത്തിൻ്റെ ഇവിടോട്ട് വന്നു. വാഹനത്തിൽ എത്തിച്ചേരുവാൻ സംഘാടക സമിതിയെ അറിയിക്കുന്നു. വാഹനം